1 ശമൂവേൽ 22:2. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാർ ഒക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു. ദാവീദ് ശൗൽ രാജാവിൻ്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അദുല്ലാം ഗുഹയിൽ അഭയം തേടിയപ്പോൾ ദാവീദിൻ്റെ അടുത്തേക്ക് സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഒരു കൂട്ടം ആളുകൾ കടന്നു വരുന്നതാണ് നാം അവിടെ വായിച്ചത്. അതിൽ സാമ്പത്തികമായും മറ്റ് പലവിധത്തിലും ഞെരുക്കമുള്ളവർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവുമെല്ലാം നഷ്ടപ്പെട്ടവരുമുണ്ടായിരുന്നു. എന്നാൽ അവരെയെല്ലാം ദാവീദ് സ്വീകരിച്ചു, ആരെയും തള്ളിക്കളഞ്ഞില്ല. ശൗലിനെ പേടിച്ച് ഓടി നടക്കുന്ന ദാവീദ് തൻ്റെ മറ്റ് കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവരുടെ സാഹചര്യം, മാനസിക നില മനസ്സിലാക്കി അവരെയും ചേർത്ത് നിർത്തി. ദാവീദ് അവർക്ക് നേതാവായി, അതായത് അവർ വെറുമൊരു ജനക്കൂട്ടമായിരുന്നില്ല എന്നർത്ഥം. പിന്നീട് ദാവീദിൻ്റെ വീരന്മാർ എന്ന് ഇവർ അറിയപ്പെടുവാനിടയായി. ദൈവം സാധാരണക്കാരായി പലവിധ പ്രയാസങ്ങളാൽ കടന്നു വന്നവരെ ദാവീദ് ചേർത്ത് നിർത്തിയത് കൊണ്ട് തന്നെ അവരെ പിന്നീട് ദാവീദിന് സഹായമാക്കി തീർത്തു. നമ്മുടെ ജീവിതത്തിലും സമാനമായ ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെയോ ഞെരുക്കത്തിൻ്റെയോ കണ്ണുനീരിൻ്റെയോ ഒക്കെ സാഹചര്യത്തിൽ ചിലർ നമ്മുടെ അടുത്തേക്ക് വന്നാൽ നാം അവർക്ക് അനുഗ്രഹമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ദൈവം നമ്മുടെ വിശ്വസ്തതയെ ശോധന ചെയ്യുവാനായി അയക്കുന്നവർ ആയിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ അങ്ങനെയുള്ള ടെസ്റ്റുകൾ പിന്നീട് ടെസ്റ്റ് മണി ആകണമെങ്കിൽ സകലത്തിലും ദൈവഹിതം നാം കാണണം. ഇവിടെ ദാവീദ് യേശു ക്രിസ്തുവിൻ്റെ ഒരു മുൻനിഴലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസ് 8:2 അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നാം വായിക്കുന്നു. സമൂഹത്തിലെ ഉന്നതരും മാന്യരുമൊക്കെ യേശു കർത്താവിനെ പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും അസൂയപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ സമൂഹത്തിലെ നിന്ദിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും രോഗികളുമൊക്കെ കർത്താവിൻ്റെ കൂടെ നടക്കുകയും അവർ ശാരീരിക സൗഖ്യം മാത്രമല്ല ആത്മരക്ഷയും പ്രാപിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. നമുക്ക് മാതൃക ക്രിസ്തുവാണ്. നമ്മുടെ അടുത്തേക്ക് കഷ്ടപ്പെടുന്ന ഒരാളെ, അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, കടന്നു വന്നാൽ നമുക്ക് ആ വ്യക്തിക്ക് ഒരു സഹായമായി തീരുവാൻ ഇടയാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ അടുക്കൽ വന്ന ആരെയും കർത്താവ് കൈവിട്ടില്ല. അവരെയൊക്കെ പിന്നീട് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് മുഖാന്തരമായി തീരുവാൻ ഇടയായി തീർന്നു. നമുക്കും പ്രാർത്ഥന കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും ആശ്വാസവും പ്രോത്സാഹനവുമൊക്കെ നൽകിക്കൊണ്ടും ഏതൊക്കെ രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് ആശ്വാസവും അനുഗ്രഹവും ആയി തീരുവാൻ സാധിക്കുമോ അപ്രകാരമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, യേശു ക്രിസ്തുവിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.